ഹലോ കൂട്ടുകാരെ, ഞാൻ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു തക്കാളി വെച്ചിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു മോര് കറിയുടെ റെസിപ്പിയാണ്. ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി ഒരു റെസിപ്പിയാണിത്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും പറയണം. പിന്നെ വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ എൻ്റെ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇനി ഒട്ടും താമസിച്ച് തന്നെ നമുക്കിതെങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് നോക്കാം. ഞാൻ ഈ കറി ചെയ്യാൻ പോകുന്നത് മൺചട്ടിയിലാണ്. അതിനുവേണ്ടി ഞാനൊരു മൺചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. മൺചട്ടി ചൂടാകുമ്പോഴത്തേനും അതിലേക്ക് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കോക്കനട്ട് ഓയിലാണ് ചെയ്യുന്നത്. കോക്കനട്ട് ഓയിൽ ചെയ്യുന്നതായിരിക്കും ഈ കറിക്ക് കൂടുതൽ ടേസ്റ്റ്. എന്നിട്ട് എണ്ണ എല്ലായിടത്തും കൂടെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം. എണ്ണ ചൂടാകുമ്പോഴത്തേനും അതിലേക്ക് 1 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിച്ചെടുക്കാം. കടുക് നല്ലതുപോലെ പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. ഉലുവ പൊട്ടിക്കഴിഞ്ഞാൽ അതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 3 പച്ചമുളക് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് എത്രയാണോ എരി ആവശ്യം അതനുസരിച്ച് വേണം ഇതിനകത്തോട്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കേണ്ടത്. മുളക് പൊടിയൊന്നും ഈ കറിക്ക് ചേർക്കുന്നില്ല. അപ്പോൾ എരിവിനനുസരിച്ച് വേണം ഇതിനകത്തോട്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കേണ്ടത്. അതിനുശേഷം പച്ചമുളകൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. പച്ചമുളകെല്ലാം ഇവിടെ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 7-8 ചെറിയ ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ ചെറിയ ഉള്ളി ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു പകുതി സവാള സ്ലൈസസ് ആയിട്ടോ അല്ലെങ്കിൽ ചോപ്പ് ചെയ്തോ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഈ ചെറിയ ഉള്ളി ഒന്ന് വഴറ്റിയെടുക്കാം. കളർ ഒന്ന് മാറാൻ തുടങ്ങുന്നത് വരെ വഴറ്റിയെടുത്താൽ മതിയാകും. ഒരുപാടിട്ട് ഫ്രൈ ചെയ്തെടുക്കണ്ട. കളർ ജസ്റ്റ് ഒന്ന് മാറാൻ തുടങ്ങുന്നത് വരെ ഇതേപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ചെറിയ ഉള്ളിയുടെ കളറൊക്കെ ഒന്ന് മാറാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം മഞ്ഞൾപ്പൊടിയുടെ പച്ച ചുവയെല്ലാം മാറ്റിയെടുക്കുക. മഞ്ഞൾപ്പൊടിയുടെ പച്ച ചുവയെല്ലാം മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 മീഡിയം സൈസ് പഴുത്ത തക്കാളി ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ തക്കാളിയും ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം മൂടിയിട്ട് കുക്ക് ചെയ്തെടുക്കാം. തക്കാളി കുക്കാകുന്ന സമയം കൊണ്ട് തന്നെ തൈരൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അതിനുവേണ്ടി ഞാനിവിടെ 1 കപ്പ് തൈര് എടുത്തിട്ടുണ്ട്. നല്ല പുളിയുള്ള തൈര് നോക്കിയിട്ടാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അതൊരു മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ബീറ്റ് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ സ്വിച്ച് ഓൺ ചെയ്ത് ഓഫ് ചെയ്യണം. എങ്കിൽ മാത്രമേ ഇതേപോലെ നല്ല ക്രീമി ആയിട്ട് ഈ തൈര് കിട്ടുകയുള്ളൂ. ഇനി ഇത് ഒരു മിക്സിംഗ് ബൗളിലോട്ട് മാറ്റി കൊടുക്കാം. നേരത്തെ കുക്ക് ചെയ്യാൻ വേണ്ടി വെച്ചിരുന്ന ടൊമാറ്റോ നല്ലതുപോലെ ഇവിടെ കുക്കായിട്ടുണ്ട്. ഇനി ഒരു തവി വെച്ച് നന്നായിട്ട് ഇതൊന്ന് ഉടച്ചു കൊടുക്കാം. ടൊമാറ്റോ അങ്ങനെ നല്ലതുപോലെ ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി എടുത്ത് വെച്ചിരിക്കുന്ന തൈര് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. അതിന് മുന്നേ ആയിട്ട് ഫ്ലെയിം സിമ്മിൽ ഇട്ട് വേണം ഇത് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ കറി ഇവിടെ നല്ലതുപോലെ തിക്കായിട്ടാണ് ഇരിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 1/4 ഗ്ലാസ് വെള്ളം ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കണ്ടോ, ഇത്രയും മതിയാകും. നിങ്ങൾക്ക് കറി കുറച്ച് തിക്കായിട്ടിരിക്കുന്നെങ്കിൽ 1/4 ഗ്ലാസ് വെള്ളം ഇതിനകത്തോട്ട് ചേർത്ത് കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ കൊണ്ടുവരണം. ഞാൻ ഇതുവരെയും ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു. നമ്മുടെ ടേസ്റ്റ് അനുസരിച്ച് ഇതിനകത്തോട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് കുറച്ച് ചേർത്ത് കൊടുക്കാം, വേണമെങ്കിൽ പിന്നെ ചേർത്ത് കൊടുക്കാം. അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള തക്കാളി വെച്ചിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു മോര് കറി ഞാനിവിടെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കണം. ഈ സമയത്ത് ഉപ്പില്ലെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കണം. അതേപോലെ എരിവില്ലാന്ന് തോന്നുന്നുണ്ടെങ്കിൽ 2-3 പച്ചമുളക് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി, എല്ലാം എനിക്കിവിടെ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഒരു 10 അല്ലെങ്കിൽ 15 മിനിറ്റ് ഇതൊന്ന് മൂടി വയ്ക്കാം. അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മോര് കറി ഞാനിവിടെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെയെങ്കിൽ മറക്കാതെ എൻ്റെ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അടുത്ത നല്ലൊരു വീഡിയോയുമായി വരുന്നത് വരേക്കും ബൈ.